Say you'll remember me, standing in a nice dress, staring at the sunset wave. Red lips and rosy cheeks, say you'll see me again, even if it's just in your wildest dreams. Don't get up, lost me. I forget I wasn't listening. Forget all familiar things. Sun-soaked shores, lost in the evening breeze. You're all I wanted, all I wanted. You're all I wanted, all I wanted. Don't get up, never please. Elegant, safe place for me to remember all brilliant things. Brushstroke skies, tucked behind cityscapes. You're all I wanted, all I wanted. You're all I wanted, all I Don't get up, love speak. I forget I wasn't listening. You're all I wanted, all I wanted. You're all Been following signs on the road, pretending to know where to go. Now abandoned and breaking the mold, searching for hope, out on our own. Don't know what comes next, haven't been there yet, but we feel the weight on our shoulders. It's a wild ride, only got one life, and we'll take on whatever it throws.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 5 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ. അനീതി പ്രവർത്തിക്കരുത്. നിന്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേ ഉള്ളൂ എങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. ദരിദ്രകാലത്ത് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത്. എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. ദാനധർമ്മം അത്യുന്നതന്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. എല്ലാത്തരം ദാനധർമ്മങ്ങളിൽ നിന്നും നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രങ്ങളിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജനതയിൽ നിന്ന് വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവപിതാക്കന്മാരായ നോഹ, അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം നമ്മുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുക്കുന്നത് എന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിന്റെ മക്കളിൽ നിന്നും ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും. അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ്. ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും പരസ്പരം ഇണയും തുണയുമാക്കി കുടുംബജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി അനുഗ്രഹിക്കുകയും ചെയ്ത സർവശക്തനായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് വിവാഹം എന്ന പരിശുദ്ധ കൂദാശ സ്വീകരിച്ച് കുടുംബജീവിതം ആരംഭിക്കുവാൻ തയ്യാറായി പുറപ്പെടുന്ന ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട മകളെ അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഇവളെ നിറയ്ക്കണമേ. പരസ്പര വിശ്വസ്തയോടും സ്നേഹത്തോടും ജീവിത പങ്കാളിയോടൊത്ത് പങ്കുവെച്ച് സമാധാനപൂർണമായ കുടുംബജീവിതം നയിക്കുവാൻ ഈ ദാസിയെ അനുഗ്രഹിക്കണമേ. അമ്മേ, മാതാവേ, വിശുദ്ധ യൗസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തെ പോലെ ഇവരുടെ കുടുംബവും ആയിത്തീരുവാൻ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകൾ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
സ്നേഹിതനായി നീയുണ്ടെന്ന് അറിഞ്ഞ നേരം ആത്മാവിൽ സ്തുതികൾ ഉയർന്നിടുന്നു. യേശുവേ രക്ഷകാ, നിന്നെ സ്തുതിച്ചിടുന്നു, നിന്നെ വാഴ്ത്തുന്നു. യേശുവേ രക്ഷകാ, നിന്നെ സ്തുതിച്ചിടുന്നു, നിന്നെ വാഴ്ത്തുന്നു. എന്റെ ജീവിത പാതയിൽ നീയുണ്ടെന്ന്, നല്ല സ്നേഹിതനായി നീയുണ്ടെന്ന് അറിഞ്ഞ നേരം ആത്മാവിൽ സ്തുതികൾ ഉയർന്നിടുന്നു. ദിവ്യമാമിയൾ താരയിൽ എന്നെ സ്നേഹിക്കാൻ തിരുശരീര രക്തങ്ങൾ പകരും സ്നേഹമേ, കാൽവരി കണ്ട കാരുണ്യമേ, കനിവോലും നല്ല സ്നേഹമേ. യേശുവേ രക്ഷകാ, നിന്നെ സ്തുതിച്ചിടുന്നു, നിന്നെ വാഴ്ത്തുന്നു. എന്റെ ജീവിത പാതയിൽ നീയുണ്ടെന്ന്, നല്ല സ്നേഹിതനായി നീയുണ്ടെന്ന് അറിഞ്ഞ നേരം ആത്മാവിൽ സ്തുതികൾ ഉയർന്നിടുന്നു. കരതാരിൽ കാത്തിടും സ്നേഹമേ, എന്നിൽ നിറയണമേ. തിരുഹൃദയ സ്നേഹം പകരും യേശുവേ, മണ്ണിൽ വന്നൊരു പുണ്യ സ്നേഹമേ, മനുജനായി വന്ന സ്നേഹമേ. എന്റെ ജീവിത പാതയിൽ നീയുണ്ടെന്ന്, നല്ല സ്നേഹിതനായി നീയുണ്ടെന്ന് അറിഞ്ഞ നേരം ആത്മാവിൽ സ്തുതികൾ ഉയർന്നിടുന്നു. യേശുവേ രക്ഷകാ, നിന്നെ സ്തുതിച്ചിടുന്നു, നിന്നെ വാഴ്ത്തുന്നു. യേശുവേ The beauty and the grace, nothing we would change at all. A feeling that is deeper than the ocean, raging to the sound of us. The whisper of the wind calling us to something more. What if we set out upon the waters, sail till we lose sight
this is where it starts. The rush of the unknown, awakening these untamed hearts, reaching out beyond our hesitations, knowing how we've come so far. The veil is getting thin, more than just a glimpse in time, speaking to the soul of every longing, calling it to deeper light. The light and the wilderness, we were made for all of this. You alone my confidence, ready for it all. This is who we are, and this is where it starts. 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 We were made for all of this. You alone my confidence, ready for it all. This is who we are, and this is where it starts. Deck the halls with bows of holly. Fa la 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 la. And 'tis a season to be jolly. Fa la 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 la. Fa la 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 la. Deck the halls with boughs of holly. Fa la 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 la. 'Tis the season to be jolly. Fa la 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 la. Don we now our gay apparel. Fa la 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 la. Troll the ancient Yuletide carol. Fa la 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 la.
അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവായ ഈശോയെ, ഈ ദിവസം ഞങ്ങൾക്കായി നീ ഒരുക്കി തന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകമായ ഈശോയെ, പെണ്ണം കുഞ്ഞമ്മേനെയും ജീവൻ ചേട്ടനെയും ഷൈനിയമ്മയെയും ഏപ്പിനെയും തോമായെയും അവരുടെ കുടുംബത്തെ പൂർണ്ണമായും ഈശോയെ അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകമായ ഈശോയെ, ഏപ്പിനെയും അവൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെയും അവരുടെ കുടുംബത്തെയും അങ്ങ് തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ ഇത്രയും ജീവിതത്തിൽ ഈ നിമിഷം വരെ എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്ന് വഴി നടത്തി സംരക്ഷിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഇന്ന് ഈ നിമിഷം ഈ ദിവസം ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഏപ്പിനും അവന്റെ പെണ്ണിനും ഈശോയെ എല്ലാ അനുഗ്രഹങ്ങളാലും അങ്ങേ പരിശുദ്ധാത്മാവിനാലും നിറച്ച് ഈ ദിവസം മുഴുവൻ അവരെ നയിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേക്ക് പ്രിയപ്പെട്ട മക്കളാകുവാനും ഒരു നല്ല ജീവിതം നയിച്ചുകൊണ്ട് അങ്ങയുടെ പദ്ധതിക്ക് അനുസരിച്ച് ജീവിക്കുവാനും അവരെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ ദിവസം വരെ തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ കുടുംബത്തെ പൂർണ്ണമായും അങ്ങയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥിര കർത്താവ് അങ്ങയുടെ പ്രാർത്ഥനകളും അങ്ങയിലേക്ക് സമർപ്പിച്ച് അങ്ങയോട് ഞങ്ങളോട് മേൽ കരുണയാകണമേ എന്ന് അപേക്ഷിക്കുന്നു. സങ്കീർത്തനം 91. കർത്താവിന്റെ സംരക്ഷണം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സംഗീതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കിണയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചയും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇത് സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുശയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതിൽ നിവാസം ഉറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയെ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. നന്നായി വരേണമേ ഉത്തമനായ മിശിഹാ-തിരുവുള്ളം ഉണ്മയേഴും നൽകവേണം. കാരണമായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി തരണം. മിശിഹായും കൂടെ തുണയ്ക്കായി ഇവർക്ക്. നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, യേശയ്യാവിൻ മൊഴി ഭൂമിയിൽ മാറിപ്പൂവാ. കാലമൊരുങ്ങി
Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir, I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. I never really know what love is, but whatever it is, I feel it in your kiss. You walked in like somebody planned it all. I feel right where I belong. My knees are weak, my heart is strong. So give me your word, and I'll give you all I got. No, we don't have much, but it sure feels like a lot. So take my heart and take my hand. Take my heart, take my hand. Take my heart and take my hand again and again. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യരോ ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യരോ ശാന്തി
പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മധ്യരോ ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാവേ, നാമം പൂജിതമാകിലമേ, നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ, മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പോ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവേ, നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തിൽ അതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം ആദത്തിൻ കടമാക്കുകയും അങ്ങ് കനിഞ്ഞു പോകണമേ. ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. ശക്തി മഹത്വങ്ങൾ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായ ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയവരങ്ങളാൽ ഈ മധുവരന്മാരെ സമ്മതരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശീയതയുടെ കർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ പുത്രനെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെ പിതൃഗ്രഹത്തെ നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക.
നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. രാജപുത്രിയുടെ ആന്തരികമാകുന്നു, അവളുടെ വേലയ്ക്ക് പുനഃപതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കനികമാർ അവളെ അനുഗമിക്കും. അവൾ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഉളഞ്ഞെടുക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈതമുളകൾ പോലെയും ആയിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഹായിയിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. കർത്താവായ ദൈവമേ, എന്ന് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സർവ്വാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു. സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവനാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനുമർദ്ദനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരി, വിശുദ്ധ പൗലോസ് ലിഖ എഫേസസുകാർക്ക് എഴുതിയ ലേഖനത്തിലുള്ള വായന. കർത്താവെ ആശീർവദിക്കണമേ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. മിശിഹായുള്ള ബഹുമാനത്തിന് പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ മിശിഹ തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. മിശിഹ തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹ സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും മിശിഹായോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ, നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ സ്ഥിരീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു.
അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവർ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് അവർ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവത്തിന്റെ ഇരട്ടി അനുഗ്രഹത്തിന് പറയുന്ന പേരാണ് ഇരട്ട കുട്ടികൾ എന്നത്. ഈ ഒരർത്ഥത്തിൽ ദൈവത്താൽ ഇരട്ടി അനുഗ്രഹിക്കപ്പെട്ട കൂടല്ലൂർ ഇടവകയിലെ ഒരു കുടുംബമാണ് തൊഴുത്തുകര ജയ്മോന്റെയും ഷൈനിയുടെയും കുടുംബം എന്ന് പറയുന്നത്. അങ്ങനെ ഇരട്ടി അനുഗ്രഹമായി പിറന്നു വീണ ജിതിന് മറ്റൊരു അനുഗ്രഹമായി റോഷിനി ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഭാര്യയായി ജീവിത പങ്കാളിയായി മാറ്റപ്പെടുന്ന അനുഗ്രഹീതമായ മുഹൂർത്തത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. ഞങ്ങൾ അച്ഛന്മാരെ പള്ളിമുറിയിൽ ഇരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ബുള്ളറ്റിന്റെ സ്വരം കേൾക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. കാരണം റോഷിനി സാധാരണ സഞ്ചരിക്കുന്ന വാഹനമാണ് അത്. അങ്ങനെയേറെ വ്യത്യസ്തമായ കൊച്ചുനാട് മുതല്, കരിങ്കുന്നത്തെ കൊച്ചച്ഛനായിരിക്കുമ്പോൾ മുതല് അറിയാവുന്ന ഒരു മകളാണ് റോഷിനി. റോഷിനി ഈ ഇടവക കുടുംബത്തിലേക്ക് പ്രത്യേകമായി ഈ ഇടവകയുടെ അനുഗ്രഹമായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ദർശന തിരുനാളിൽ പരിശുദ്ധ അമ്മ അനുഗ്രഹീതയായി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ ആദ്യം ഈ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന മകളെന്ന നിലയിൽ ഞങ്ങളുടെ ഇടവകയും ഈ തൊഴുത്തുകര കുടുംബത്തോടൊപ്പം ഏറെ ആത്മാർത്ഥതയോടെ സന്തോഷിക്കുകയാണ്. നമ്മുടെ ഏവരുടെയും ഈ സന്തോഷ മുഹൂർത്തത്തില് മറ്റൊരു വലിയ വ്യക്തിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷം കൂടിയാണ്. ഇന്നേക്ക് 16 ദിവസങ്ങൾക്ക് മുമ്പ് റോഷിലിലെ പ്രിയ പിതാവായ റോയ് ചേട്ടൻ ഇവിടെ പറഞ്ഞ് 16 ദിവസങ്ങൾ കഴിയുമ്പോൾ ആ നല്ല പിതാവിന് തൻ്റെ ഏക മകളെ കുറിച്ചുള്ള വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ നിമിഷം കൂടിയാകുമ്പോൾ ആ പിതാവിന്റെ വലിയ സന്തോഷത്തിലും പങ്കുചേരുവാൻ ദൈവം അനുഗ്രഹിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടാവണം ഇവരെ നമ്മൾ ആശീർവദിക്കേണ്ടതും ഇവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതും. ഇരട്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം എന്ന നിലയിൽ പ്രിയപ്പെട്ട ജിതിൻ, റോഷിനി ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കുടുംബമാണ് നിങ്ങളുടെ കുടുംബം. അക്ഷരാർത്ഥത്തിൽ ഇരട്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് നിങ്ങളുടേത് എന്ന് കാണുന്നവരും കേൾക്കുന്നവരും പറയുമാറ് നിങ്ങളെ ബന്ധിപ്പിച്ച ദൈവത്തിന്റെ സ്വപ്നമനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനാവണമെന്നുള്ള വലിയ വെല്ലുവിളിയാണ്. എല്ലാം വെല്ലുവിളിയെയും അതിജീവിച്ച പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഈ ദേവാലയത്തിന്റെ അൾത്താരയിൽ മുമ്പിൽ നിങ്ങൾ ഒന്നാകുമ്പോൾ ഉള്ളത് എന്ന തിരിച്ചറിവോടുകൂടി വേണം ആദ്യ ചുവടുകൾ നിങ്ങൾ രണ്ടുപേരും വെൽക്കേണ്ടത്. ജിതിനൊരു ചെറുപ്പക്കാരനായി, റോഷിനി ഒരു ചെറുപ്പക്കാരിയായി ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നു. ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയുമായി കടന്നു വന്ന നിങ്ങൾ ഇനി ഈ ദേവാലയത്തിന്റെ പുറത്തേക്ക് പോകുന്നത് വലിയൊരു അത്ഭുതം വിരിയിച്ചാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിന്റെ സ്റ്റാറ്റസ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മാറ്റപ്പെടുന്ന
ഒരു വലിയ അത്ഭുതത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയുമായി കടന്നു വന്ന നിങ്ങൾ ഇനി ഈ ദേവാലയത്തിൽ നിന്നും പുറത്തേക്ക് ചുവടുകൾ വെക്കുന്നത് ഒരു ഭർത്താവായി, ഒരു ഭാര്യയായി, പുതിയ സ്വപ്നങ്ങളായി, പുതിയ കാഴ്ചപ്പാടുകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ്, ഈ ജീവിതത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഒരു കൊച്ചച്ഛന്റെ കുഞ്ഞിപ്പെങ്ങള് ആദ്യമായി കല്യാണത്തിന് ഒരുങ്ങുന്ന നിമിഷമാണ്. അവളെ പെണ്ണ് കാണാൻ വന്നതിന് ശേഷം അവൾ ചെറുക്കനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാൻ കുഞ്ഞാങ്ങളയുടെ പള്ളിയിലെത്തി. കുഞ്ഞാങ്ങളയായ അച്ഛന്റെ അടുക്കൽ വന്നു, ചേട്ടായി, എന്നെ കാണാൻ വന്ന ചെറുക്കൻ വളരെയധികം സുന്ദരനാണ്. ഉടനെ ആങ്ങളയായ അച്ഛൻ ഒരു പേപ്പർ എടുത്ത് പേപ്പറിന്റെ മുകളിൽ പേന കൊണ്ട് ഒരു വട്ടപൂജ്യം വരച്ചു. അതിനുശേഷം പെങ്ങള് വീണ്ടും പറഞ്ഞു, അവന് നല്ല ജോലിയാണ്, ഒത്തിരി ശമ്പളം കിട്ടും, എനിക്ക് വീട്ടിൽ വെറുതെ ഇരുന്നാലും മതി. ആങ്ങള ഒരു പൂജ്യം കൂടി അപ്പുറത്തേക്ക് ഇട്ടു. അങ്ങനെ ഒരുപാട് ഗുണങ്ങളൊക്കെ പറഞ്ഞ് പൂജ്യത്തിന്റെ എണ്ണം കൂടിയ ശേഷം അവൾ അവസാനം പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണെങ്കിലും അവൻ എന്നെ പൊന്നുപോലെ സ്നേഹിക്കും, അവന് ദൈവഭക്തിയുള്ളവനാണ്, ദേവാലയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവനാണ്. ഉടനെ കുഞ്ഞാങ്ങള ഇട്ട എല്ലാ പൂജ്യത്തിന്റെയും ആദ്യം 1 എന്ന അക്ഷരമിട്ടു. അപ്പോഴാണ് എഴുതി ചേർത്ത എല്ലാ പൂജ്യത്തിനും ആ 1 വന്നപ്പോൾ വിലയുള്ളതായി മാറി. പ്രിയപ്പെട്ട ജിനിൻ റോഷിനി, കുടുംബജീവിതത്തിന്റെ ഒരുപാട് സ്വപ്നങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിൽ നിങ്ങളെ സ്വപ്നങ്ങൾ മെനയുമ്പോൾ, സകലതും വെട്ടിപ്പിടിക്കാൻ ഓടുമ്പോൾ കെട്ടിപ്പിടിക്കാൻ മറക്കരുത് ദൈവമെന്ന ആ വലിയ ശക്തിയെ. അപ്പോഴാണ് നിങ്ങൾ വെട്ടിപ്പിടിക്കുന്നതൊക്കെ അനുഭവിക്കാൻ ജീവിതത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും സാധിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സ്റ്റാറ്റസ് മാറ്റിയവൻ എപ്പോഴും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അതാണ് കാനായിലെ വിവാഹവേളയിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, ഒരുപാട് കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവമെന്ന യേശുവിന്റെ സാന്നിധ്യമായിരുന്നു ആ കുടുംബത്തിൽ അത്ഭുതങ്ങൾ വിരിയിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തൊഴുത്തുകര ഏലന്താനം കുടുംബത്തോടുള്ള സ്നേഹത്തെ പ്രതി, അതിലുപരി ജിതിനോടും റോഷിനിയോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തെ പ്രതി അച്ഛന്മാരും ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിരുന്നു നിങ്ങളുടേതെന്ന വെല്ലുവിളിക്ക് നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ സംസാരങ്ങളും ഒരു നിറക്കൂട്ടായി എന്നും മാറട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും പ്രത്യേകിച്ച് വികാരി ബഹുമാനപ്പെട്ട ജോസഫിന്റെയും വിശ്വാസ സമൂഹത്തിന്റെ എവിടെയും പേരില് ജിതിനും റോഷിനിക്കും എല്ലാ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും ആത്മാർത്ഥതയോടെ നേർന്നുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. റോഷിലിയെ ഈ ഇടവകയിലേക്ക് ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിവാഹത്തിൻ്റെ ഇനിയുള്ള കർമ്മങ്ങളിൽ നിങ്ങളെല്ലാം ഭക്തിയോടെ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ക്രമീകരണം ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്ഥാനങ്ങളിൽ ഇരുന്നാൽ മതി. വരനും വധുവും എഴുന്നേൽക്കുക. 2 സാക്ഷികൾ, വരൻ്റെ സാക്ഷി വരൻ്റെ അടുത്തും വധുവിൻ്റെ സാക്ഷി വധുവിൻ്റെ അടുത്തും. വധുവിനെ സഹായിക്കാൻ വരൻ്റെ സഹോദരി, ബാക്കിയുള്ളവരെല്ലാം ഇരുന്നാൽ മതി. നമ്മൾ കാർശുസ പ്രാർത്ഥനയാണ്. ഏറ്റവും ഭക്തിയോടുകൂടി ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് നമുക്ക് നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹമെന്ന കൂദാശ വഴി ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവേ ഈ വധൂവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. കൃപയുണ്ടാകണമേ. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി
സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർവമായ ജീവിതം നയിക്കാൻ ദൈവവചനമാകുന്ന ആത്മീയ വിരുദ്ധനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായി, നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭേദതയെ പറ്റി പഠിപ്പിച്ച മിശിഹായി, പരസ്പര വിശ്വാസത്തോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. പ്രിയ സഹോദരി, ഈ വധൂവരന്മാർ വിവാഹം എന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിതസഖി നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാവാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി റോഷ്നിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? റോഷ്നി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജിതിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി വധൂവരന്മാർ പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കും. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്താൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കാര്യവഞ്ചരിപ്പ് കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലിയെ ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി താലി അവേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശുവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശുദ്ധ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. മോതിരമഞ്ചരിപ്പ് കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തരടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. മന്ത്രകോടി വെഞ്ചരിപ്പ് കൃപാവരത്തിന്റെ അനുശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ.
പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. സദ്ഗുണവതിയാം സാരയോടൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും സദ്ഗുണവതിയാം സാരയോടൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും പാവനമാം സ്നേഹവേദി ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരി, നിങ്ങൾ തലകുലിച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകരുമായിരിക്കട്ടെ. ജീവിതത്തിലെല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ദിവ്യകാരുണ്യം കൈക്കൊള്ളുവാനായി ആശയോടെ ഞാൻ
കാരുണ്യമേ, ധന്യമാം സ്നേഹമേ, കൂടി ദൈവനാഥ ആരാധിക്കുന്നു. സ്നേഹത്തിനാഴം ഞാനറിയുന്നു. ഒരു ചെറുസ്തിയാൽ നീ മുറിയുമ്പോൾ സ്നേഹത്തിനാഴം ഞാനറിയുന്നു. ഈ തിരുകാഴ്ചയിൽ നീ നിറയുമ്പോൾ ജീവിതഭാരം പോയി മറയും. ഈ തിരുകാഴ്ചയിൽ നീ നിറയുമ്പോൾ ജീവിതഭാരം പോയി മറയും. കാരുണ്യമേ, ധന്യമാം സ്നേഹമേ, കൂടി ദൈവനാഥ ആരാധിക്കുന്നു. എൻ ജീവവഴിയിൽ കാവലായി ദൈവം നിന്നിടുമോ. മലിനമില്ലാതെയും എൻ ജീവവഴിയിൽ കാവലായി ദൈവം നിന്നിടുമോ. അനുദിനമെന്നിൽ അണയുന്ന നാഥൻ അനുഭവമാകൻ സ്നേഹമേ. അനുദിനമെന്നിൽ അണയുന്ന നാഥൻ അനുഭവമാകൻ സ്നേഹമേ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലങ്കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായി ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായി ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയും ഇടവയുടെ സ്വർഗീയ മധ്യസ്ഥയുമായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുകുടുംബത്തിന്റെ നായകനായ മാറിയ യോസേപ്പിന്റെയും മാധ്യസ്ഥ്യം ഇവിടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന ഉദാസിയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പെരുമാറിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായി നിങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ും
Ya'lam Malki
me